ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു കിടിലൻ ചിക്കൻ കറി ഉണ്ടാക്കണ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു 2-3 സബോള കുനുകുനാന്ന് എരിഞ്ഞെടുക്കുക. ഞാൻ പ്രത്യേക കണക്കൊന്നും പറയണില്ല, കാരണം എന്താ വെച്ചാൽ നമ്മളെടുക്കുന്ന ഇറച്ചിയുടെ അളവ് പോലെ ഇരിക്കും അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളുടെ അളവും. ഇതിൻ്റെ കൂടെ തന്നെ വേണ്ട കുറച്ച് സംഭവങ്ങളാട്ടോ, ഇഞ്ചി എരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും. ഇതെല്ലാം കൂടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേനും പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക. ഇത്ര ഉള്ളൂട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ചേരുവകൾ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാട്ടെ. നല്ല ബ്രൗൺ നിറമാണ് വരെ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും ആട്ടോ കറിയിൽ ചേർക്കുമ്പോഴത്തേനും. ഇതുപോലെ ഒന്ന് വാടി കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടിയും കഴിഞ്ഞു കൂട്ടിട്ടോ. ഇനി നമ്മുടെ ചിക്കനും കൂടി അതിനകത്തേക്ക് ചേർത്തെടുത്ത് നല്ലപോലെ ചെറുതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇത്രയും പരിപാടി കഴിഞ്ഞ് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുമ്പോഴത്തേനും നാളികേരപ്പാൽ ചേർത്തിട്ട് ഒന്നുകൂടി വറ്റിച്ച് മല്ലിയില തൂവിയാൽ സംഭവം റെഡി.